മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ മാതൃഭൂമി പത്രത്തെക്കുറിച്ച്, മാതൃഭൂമി പത്രം ഏതാണ്ട് ഇംപാർഷ്യലായിട്ട് എലക്ഷൻ കാര്യങ്ങൾ എഴുതുന്നു എന്ന് പറയുകയുണ്ടായി. ശ്രീ വീരേന്ദ്രകുമാർ, മാതൃഭൂമിയുടെ ചെയർമാൻ, ശരിക്ക് UDFന്റെ ആളാണ്. പക്ഷെ തിരുവനന്തപുരത്ത് ഇലക്ഷൻ ദിവസവും ഇലക്ഷന്റെ മുമ്പിലത്തെ ദിവസവും അപ്രതീക്ഷിതമായിട്ട് മാതൃഭൂമിയിൽ വന്നത് കുമ്മനം രാജശേഖരനെ കുറിച്ചുള്ള ഒരു ജീവിത കഥ. ഗംഭീരമായിരുന്നു അത്. ശരിക്ക് അത് വായിച്ച ഇംപാർഷ്യലായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കുമ്മനം രാജശേഖരന്റെ കോൺസ്റ്റിറ്റ്യുവൻസി നിയോജക മണ്ഡലമായ വട്ടിയൂർക്കാവില് കുമ്മനത്തിനെ വോട്ട് ചെയ്യുള്ളൂ. അതാണ് മാതൃഭൂമി ചെയ്തത്. എലക്ഷൻ ദിവസം കുമ്മനത്തിന്റെ ഒരു ലേഖനം, കുമ്മനം രാജശേഖരന്റെ ഒരു ലേഖനം അത് വന്നിരുന്നു. അതേപോലെ ഒട്ടും കുറവല്ലാത്ത വിധത്തിൽ അച്യുതാനന്ദന്റെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും എല്ലാം വന്നിരുന്നു. എല്ലാവരുടെയും വന്നിരുന്നു. അതായത് മാതൃഭൂമി പത്രം തികച്ചും ഇംപാർഷ്യലായിട്ട് എഴുതി എന്ന് എനിക്ക് തോന്നിയത് മാത്രമല്ല, ഞാൻ കുറേ പേരെ വിളിച്ചിട്ട് പത്രം വായിച്ചപ്പോൾ എന്ത് തോന്നുന്നു, അവരെല്ലാവരും പറഞ്ഞു എന്തോ മാതൃഭൂമിക്ക് അസാധാരണ മാറ്റം വന്നിട്ടുണ്ട്. അതിന് പലരും അവരുടേതായിട്ടുള്ള വീക്ഷണത്തിലൂടെയുള്ള കാരണവും പറഞ്ഞു. ഞാൻ അത് പറയാനല്ല ഇപ്പോൾ ഇത് ഉപയോഗിച്ചത്. അപ്പൊ ഞാൻ മാതൃഭൂമി അങ്ങനെ ഇംപാർഷ്യലായിട്ട് എഴുതിയതിനെ കുറിച്ച് ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞപ്പോ ഞാൻ പേടിച്ചതല്ല, വിചാരിച്ചൊരു കാര്യമുണ്ട്. ഗോപാലകൃഷ്ണൻ ഒരു അവസരവാദിയാണ്. ഇടയ്ക്ക് മാതൃഭൂമിയെക്കുറിച്ച് പച്ചയ്ക്ക് ചീത്ത പറയും, ഇടയ്ക്ക് മാതൃഭൂമിയെക്കുറിച്ച് നല്ലത് പറയും. ഇങ്ങനെ 2 വഞ്ചിയില് കാല് വെക്കുന്ന ഒരാളാണ് എന്ന് ആരെങ്കിലുമൊക്കെ കമന്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇന്നലെ വൈകുന്നേരം വരെ അങ്ങനെ ആരും കമന്റ് ചെയ്തതായിട്ട് കണ്ടില്ല. എന്തോ കമന്റ് ചെയ്തിട്ട് പ്രയോജനമില്ല, ഇയാൾ ഇങ്ങനെയൊക്കെ ആണെന്ന് വിചാരിച്ചിട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. ഇത്രയും പറഞ്ഞത് ഒരേ പത്രത്തെക്കുറിച്ച് 2 അഭിപ്രായം പറഞ്ഞതുപോലെ ഒരേ കാര്യത്തെക്കുറിച്ച് 2 അഭിപ്രായം പറയാനാണ് ഞാൻ ഈ ഇൻട്രൊഡക്ഷൻ തന്നത്. ഇന്നലെ വൈകുന്നേരം ഞാൻ നേരത്തെ ഉള്ള സ്പീച്ചിൽ പറഞ്ഞ പോലെ ആയൂർ ഒരു അമ്പലത്തിൽ പോയിരുന്നു. ആ അമ്പലം 4 വർഷം കൊണ്ട് അതിഗംഭീരമായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. അതിന് മുമ്പിലത്തെ ദിവസം എൻ്റെ വിദേശയാത്ര കഴിഞ്ഞ് വന്നപ്പോൾ പട്ടാമ്പിയില് 2 അമ്പലത്തിൽ പോയി, പിന്നെ ആനവങ്ങാട് അമ്പലത്തിൽ പോയി, കുമാരനെല്ലൂര് ഒരു അമ്പലത്തിൽ പോയി, അതുപോലെ തൃപ്പൂണിത്തുറയില് വെങ്കടേശ മന്ദിരത്തിൽ പോയിരുന്നു. ഈ അമ്പലങ്ങളിലെല്ലാം കേട്ട ഒരു കാര്യമുണ്ട്. ആ അമ്പലങ്ങള് എല്ലാം നമ്പൂതിരിമാരുടെ കയ്യിലുള്ള അമ്പലമായിരുന്നു എന്ന് ഞാൻ അന്ന് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആ അമ്പലം നമ്പൂതിരിമാര് അതിന്റെ ഉടമസ്ഥര് ജനങ്ങൾക്ക് വിട്ടുകൊടുത്തു. ജനങ്ങൾക്ക് വിട്ടുകൊടുത്തതിന് ശേഷം ജനങ്ങൾ എന്ത് ചെയ്തു? ദേവപ്രശ്നം വെച്ചു. ദേവപ്രശ്നത്തിന് എന്നും എതിരെ പറഞ്ഞിരുന്ന ആളാണ് ഞാൻ. ഇപ്പോഴും അതിനെതിരെ പറയാനൊരു കാരണമുണ്ട്. കാരണം ഈ ദേവപ്രശ്നം വെച്ച് ഒരമ്പലം പുതുക്കി പണിയണമെങ്കിൽ അമ്പലത്തിന്റെ വാസ്തുവിദ്യ പ്രകാരം ദേവപ്രശ്നം വെക്കുന്ന ആളുടെ അഭിപ്രായവും നിർദ്ദേശവും പ്രകാരം, ദൈവജ്ഞന്റെ അഭിപ്രായവും നിർദ്ദേശവും എന്നർത്ഥം, ഒരമ്പലം പുതുക്കി പണിയണമെങ്കിൽ 1 കോടി രൂപ അല്ലെങ്കിൽ 50, 75, 100 ലക്ഷം രൂപ വേണം. അതേ സമയത്ത് ഇതിനെ ഇറങ്ങി പുറപ്പെടുന്ന പലപ്പോഴും യുവാക്കളാണ്. ആ യുവാക്കൾക്ക് ഇത്രയും എമൗണ്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല, ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, ഒരിക്കൽ ദേവപ്രശ്നം വെച്ചാൽ ആ പ്രശ്നത്തിന്റെ ചാർട്ട് പ്രകാരം അല്ലാതെ അമ്പലം പുതുക്കി പണിയാനും പറ്റില്ല. അപ്പോൾ ഒരു ട്രാപ്പിൽ ചെന്ന് പെടുന്ന മാതിരിയാണ് ദേവപ്രശ്നം വെക്കൽ. ഞങ്ങൾക്കൊരു അമ്പലം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, തൃശ്ശൂർ കേച്ചേരിക്കടുത്ത് വഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രം. ഒരു സ്പിരിച്വൽ സെന്റർ ആയിട്ടാണ്. ദേവപ്രശ്നമൊന്നും വെച്ചില്ല. 8 ലക്ഷം രൂപ മുടക്കി അടിപൊളിയായിട്ട് നമ്മൾ റിനോവേറ്റ് ചെയ്തു. ഇവിടെയുള്ള നമ്പൂതിരിമാരെയോ തന്ത്രിമാരെയോ വിളിച്ചില്ല, തമിഴ്നാട്ടിൽ നിന്ന് വേദം പഠിച്ചവരെ വിളിച്ചു. അതുകൊണ്ട് വളരെ നോമിനൽ ആയിട്ടുള്ള
ആചാരത്തിലൂടെ ഭംഗിയായിട്ട് ആ അമ്പലം റിനോവേറ്റ് ചെയ്യാൻ സാധിച്ചു. പക്ഷേ ദേവപ്രശ്നം വെച്ചാൽ ഇവിടുത്തെ അമ്പലങ്ങളിലെ തന്ത്രിമാരൊക്കെ നമ്പൂതിരിമാരാണ്. അത് പ്രകാരം നവീകരണവും പുനഃപ്രതിഷ്ഠയും ഒക്കെ നടത്തണമെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ആവശ്യമാണ്. ആ എമൗണ്ട് ഈ പ്രശ്നച്ചാർത്തിലൂടെ വരുന്ന എമൗണ്ടും കൂടിയാണ്. അതുകൊണ്ട് അമ്പലം നന്നാക്കാൻ സാധിക്കാത്തൊരവസ്ഥ അതായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോ ഞാൻ കഴിഞ്ഞ 5-6 മാസമായിട്ട് ഈ അമ്പലങ്ങളിലേക്ക്, ഇടിഞ്ഞു പൊളിഞ്ഞ അമ്പലങ്ങളിലേക്ക് പോയപ്പോ അവിടെ ദേവപ്രശ്നം വെച്ച് നല്ലൊരു ദേവപ്രശ്നക്കാരനാണ് എന്നാണ് എല്ലാ അമ്പലക്കാരും പറഞ്ഞത്. വളരെ റീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ്, പിന്നെ നവീകരിക്കാൻ നിങ്ങൾ അമ്പലം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള സ്വാതന്ത്ര്യം അവർക്ക് വിട്ടുകൊടുത്ത് ആ ദേവപ്രശ്നം വെക്കുന്ന ആള് ഇതിനായിട്ട് മുമ്പോട്ട് വന്നവരുടെ മനസ്സിൽ അസാധാരണമായ ആത്മവിശ്വാസം കൊടുത്തു. ഇന്നലെ ഞങ്ങൾ പോയ അമ്പലത്തില് 4 കൊല്ലം മുമ്പാണ് ആ അമ്പലം നാട്ടുകാർക്ക് വിട്ടുകൊടുത്തത്. ദേവപ്രശ്നം വെച്ചപ്പോ അദ്ദേഹം പറഞ്ഞു അത്രേ, ഇന്നലെ രാത്രി ഞാൻ കേട്ടതാ, അദ്ദേഹം പറഞ്ഞു അത്രേ, ഈ അമ്പലം നന്നാകാത്തിടത്തോളം കാലം ഈ നാട് നന്നാവില്ല. ഈ നാട്ടിൽ ഇന്ന പ്രശ്നങ്ങളുള്ളതൊക്കെ ഈ അമ്പലം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ്. ആ അമ്പലം നന്നാക്കാനായിട്ട് നിങ്ങൾ ഇറങ്ങിക്കോളൂ, ഇഷ്ടംമാതിരി ജനങ്ങൾ സഹായിക്കും, സഹകരിക്കും, നിങ്ങൾ വേറെ ഒന്നിനും ബുദ്ധിമുട്ടേണ്ടി വരില്ല, ധൈര്യമായിട്ട് ചെയ്തോളൂ. ശരിക്ക് IAS പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയോട് പറയുന്ന രീതിയിലാണ് ഈ ദേവപ്രശ്നക്കാരൻ ഈ അമ്പലത്തിന്റെ റിനോവേഷനെ കുറിച്ച് വിവരിച്ചത്. അപ്പൊ ആ ദേവപ്രശ്നം വെക്കണ ആള് വിവരിച്ചതെല്ലാം ഇവർ എന്നോട് പറയുമ്പോ ഇവര് പറയായിരുന്നു, ആ മനുഷ്യൻ തന്ന, ആ പ്രശ്നം വെക്കുന്ന ആള് തന്ന ഒരു ആത്മവിശ്വാസമാണ് ഈ അമ്പലം ഈ 3.5-4 വർഷം കൊണ്ട് ഇത്രയും ഉജ്ജ്വലമായിട്ട്. എല്ലാവരും ഇങ്ങോട്ട് വന്ന് സഹകരിക്കുകയായിരുന്നു സാറേ. എനിക്ക് ആ അമ്പലം കണ്ടപ്പോൾ തോന്നിയത് ശരിക്ക് ഗ്വാളിയാർ കൊട്ടാരത്തിലെ അമ്പലം മാതിരിയാണ്. ഭംഗിയാക്കിയിട്ടുണ്ട്, കൂടുതൽ ആഡംബരമൊന്നുമില്ല, നല്ല അമ്പലം. അപ്പോ നമുക്ക് ഏത് തിന്മയെ പോലും നന്മയാക്കി മാറ്റാൻ സാധിക്കും. നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ മതമല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, മതം കൈകാര്യം ചെയ്യുന്നവരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ഗുരുദേവന്റെ വരിയുടെ മുമ്പിലുള്ള ആ വരികളുണ്ടല്ലോ, അതായത് മതമല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, മതം കൈകാര്യം ചെയ്യുന്നവരാ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇതാണ് ദേവപ്രശ്നം വെക്കുന്നവരെ കുറിച്ച് മറ്റൊരു വീക്ഷണത്തിലൂടെ ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ കാരണം. ഇപ്പൊ ശരിക്ക് മറ്റൊരു വീക്ഷണം ഇപ്പൊ പറയാൻ കാരണം, ഇത്രയും അമ്പലങ്ങള് റിനോവേറ്റ് ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം അവിടുത്തെ യുവാക്കൾക്കും ജനങ്ങൾക്കും കൊടുത്തത് ദേവപ്രശ്നം വെക്കുന്നവരാണെങ്കിൽ, അതൊരു ചൂഷണമല്ലാത്ത വിധത്തില് നമ്പൂതിരിമാരും തന്ത്രിമാരും അത് ചെയ്യുന്നുണ്ടെങ്കിൽ, അമ്പലം പുനരുദ്ധരിക്കാനും പുനഃസ്ഥാപിക്കാനും പുനഃപ്രതിഷ്ഠ നടത്താനും ഈ ദേവപ്രശ്നം വെക്കുന്നവരെ പോലെ ഐഡിയൽ ഗൈഡായിട്ട്, ഗൈഡൻസിന് പ്രവർത്തിക്കുന്നവരായിട്ട് മറ്റാർക്ക് വരാൻ സാധിക്കുന്നതിനേക്കാളും എളുപ്പത്തില് ദേവപ്രശ്നം വെക്കുന്നവർക്ക് വരാൻ സാധിക്കും. ഈ അമ്പലം പുനരുദ്ധരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവും, കോൺഗ്രസ്സുകാരുണ്ടാവും, BJPക്കാരുണ്ടാവും, ഇതിലൊന്നിലും പെടാത്തവരുണ്ടാവും. പക്ഷെ അവർക്കെല്ലാം ഒരു യോജിച്ച അഭിപ്രായം വരണമെങ്കിൽ ആരെങ്കിലും ഒരാൾ ഗൈഡൻസ് കൊടുക്കണ്ടേ? വേറെ കോമൺ ആയിട്ടുള്ള ഒരാൾ കൊടുക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം വരും. ഇത് ദൈവജ്ഞൻ കബഡി നിരത്തിയിട്ട് പറഞ്ഞാല് മിക്കവാറും എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ ഭൂരിഭാഗം വ്യക്തികൾക്കും ആക്സെപ്റ്റബിൾ ആണെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ? അതുകൊണ്ട് ദേവപ്രശ്നമായാലും മന്ത്രവാദമായാലും വാസ്തുവിദ്യയായാലും ജ്യോതിഷമായാലും ആയുർവേദമായാലും ഏത് വിഷയമായാലും ശരി, ഒരു ചരട് കെട്ടുന്നതാണെങ്കിൽ പോലും അത് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തില് ലക്ഷ്യവും മാർഗവും ശുദ്ധമാക്കിയിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് നല്ലതാ. ഒന്നിനെയും നമ്മൾ അടച്ചാക്ഷേപിച്ച് ചീത്തയാണെന്നും അന്ധവിശ്വാസമാണെന്നും ദുരാചാരമാണെന്നും പറയാൻ ഇറങ്ങാതെ, അന്ധവിശ്വാസവും ദുരാചാരവും പോലും ഒന്ന് അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ, കറക്ഷൻ വരുത്തിയിട്ട്
ജനങ്ങൾക്ക് ഇട്ടുകൊടുത്താൽ പലപ്പോഴും ചിന്തിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറത്തുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഈ ക്ഷേത്രങ്ങളിലെല്ലാം പ്രഭാഷണത്തിന് പോയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഇപ്പൊ തന്ത്രിമാരോടും ദേവപ്രശ്നം വെക്കുന്ന ദൈവജ്ഞന്മാരോടും പറയുക, ഞങ്ങൾക്ക് ഇത്രയും രൂപയിൽ കൂടുതൽ ഉണ്ടാക്കാൻ സാധിക്കില്ല, വളരെ ലളിതമായ രീതിയിൽ അത് ചെയ്തു തരണം. ആഡംബരം ഈശ്വരന്മാർ പറഞ്ഞിട്ടില്ല, ഈശ്വരന്മാർ അമ്പലം തന്നെ വേണമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വിഭവ സമൃദ്ധമായ സദ്യ, വെടിക്കെട്ട്, ആന, സ്വർണ്ണ കൊടിമരം, സ്വർണം പൂശല് ഇതെല്ലാം ഒഴിവാക്കിയിട്ട് അമ്പലം ആത്മശാന്തിക്കും നന്മയ്ക്കുമുള്ള കേന്ദ്രമാക്കി ക്ലീൻ ആൻഡ് നീറ്റ് ആക്കിയിട്ട് അൾട്രാ മോഡേൺ ഫെസിലിറ്റീസ് ഉപയോഗിച്ച് ക്ഷേത്രത്തെ നന്മയിലേക്ക് കൊണ്ടുപോകാൻ തന്ത്രിക്കും ദേവപ്രശ്നം വെക്കുന്നവർക്കുമുള്ള റോള് ഒരു പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് അവരെയും നമ്മളുടെ ലൈനിൽ കൊണ്ടുവന്ന് ധന്യമായിട്ടുള്ള പ്രവർത്തനം ചെയ്യാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.